ഫൈൻ ഡിബേറ്റ് ചർച്ച ചെയ്യും. ഏറ്റവും ഒടുവിൽ ഇന്ന് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അതിലും UDFന് അനുകൂലമായിട്ടാണ് കണക്കുകൾ വന്നിരിക്കുന്നത്. ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് 69 സീറ്റുകളാണ് പറയുന്നത് UDF പക്ഷത്ത്. അതായത് 55 മുതൽ 73 സീറ്റുകൾ വരെ LDFന്, UDFന് 60 മുതൽ 78 സീറ്റുകൾ വരെ. ടുഡേസ് ചാണക്യയുടെ കണക്കിൽ 69 സീറ്റുകളാണ് UDFന് പറയുന്നത്. അതിൽ ±9 എന്നും ടുഡേസ് ചാണക്യ പറയുന്നുണ്ട്. അതായത് 78 സീറ്റുകൾ വരെ കിട്ടാം. അത് 60 സീറ്റുകളായി കുറയുകയും ചെയ്യാം. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. UDFന് അനുകൂലമാണെങ്കിൽ കൂടി പോരാട്ടം കനത്തതായിരുന്നു കേരളത്തിൽ എന്നതിൻ്റെ സൂചനയാണ് ടുഡേസ് ചാണക്യയുടെ ഈ എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. UDFന് 69 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 78 വരെ കൂടാം. അതായത് ±9 ആണ്, 60 വരെ കുറയാം എന്നുള്ളതാണ്. LDFനായിട്ട് ടുഡേസ് ചാണക്യ പറയുന്നത് 64 സീറ്റുകളാണ്. അവിടെയും ±9 എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 73 സീറ്റുകൾ വരെ LDFന് കിട്ടാം. അത് 55 കുറയുകയും ചെയ്യാം. ഉറപ്പായിട്ടും ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനയാണ്. UDFന് നേരിയ മേൽക്കൈ. അതേസമയം BJPക്ക് NDAക്ക് 3 മുതൽ 11 സീറ്റുകൾ വരെ എന്ന് പറയുമ്പോൾ അവിടെ 7 സീറ്റുകളാണ് BJPക്ക് ടുഡേസ് ചാണക്യ പറയുന്നത്. അതിൽ ±4 എന്നുള്ളതാണ്. അതായത് 11 സീറ്റുകൾ വരെ കിട്ടാം പരമാവധി, അല്ലെങ്കിൽ 3 സീറ്റുകൾ വരെ കുറയാം എന്നുള്ളതാണ്. ഇതാണ് ടുഡേസ് ചാണക്യയുടെ കണക്ക്. 55-73 LDFന്, UDFന് 60 മുതൽ 78 സീറ്റുകൾ വരെ, NDAക്ക് 3 മുതൽ 11 സീറ്റുകൾ വരെ എന്നുള്ളതാണ് ടുഡേസ് ചാണക്യയുടെ. ഇതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലം. മറ്റ് ഫലങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അവിടെ UDFന് വ്യക്തമായ മേൽക്കൈയായിരുന്നു എല്ലാ സർവേ ഏജൻസികളും പറഞ്ഞിരുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് പിണറായി സർക്കാരിനുള്ള എക്സിറ്റിന്റെ സൂചനയാണോ? ഡോക്ടർ B ജയരാജ്, CK ഷാക്കിർ, CP റാഷിദ്, ഉല്ലാസ് ബാബു എന്നിവർ ചേരുകയാണ്. ശ്രീ ഡോക്ടർ B ജയരാജ്, ഇതൊരു എക്സിറ്റ് തരംഗമാണോ പിണറായി സർക്കാരിന്റെ? എക്സിറ്റ് പോളുകൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോളുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് UDFന് അനുകൂലമായിട്ടൊരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഏതാണ്ട് 11ഓളം സർവേകൾ നടത്തിയതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഫലമാണെങ്കിൽ തിങ്കളാഴ്ച വോട്ടെണ്ണേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ. തിങ്കളാഴ്ച എന്നങ്ങ് സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്ഥാലി പുലിക ന്യായം എന്ന് പറയുന്ന സംസ്കൃതത്തിലുള്ളതാണ്. അരി വെന്തോന്ന് നോക്കാൻ വേണ്ടി മുഴുവൻ അരികളും എടുത്ത് പരിശോധിക്കണമെന്ന ചോറും പരിശോധിക്കണമെന്ന കാര്യമില്ല, ഒരെണ്ണം വെന്തോന്ന് നോക്കിയാൽ മതി എന്നുള്ളൊരു ന്യായമുണ്ടല്ലോ. അതാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, പരസ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. ആ ഫ്ലോസിനെ കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. എന്താണ് സാമ്പിൾ സൈസ്, എങ്ങനെയാണ് ഇവർ ഡേറ്റ കളക്ട് ചെയ്തത്, ഇവർ ഡേറ്റ കളക്ട് ചെയ്തതിൻ്റെ സമയം എങ്ങനെയാണ്, ഇത് സ്ട്രാറ്റിഫൈഡ് ആണോ, റാൻഡം സാമ്പിളിംഗ് ആണോ, ഇതിനകത്തുള്ള ബയാസസ് എങ്ങനെയാണ് ഇവരെ ഒഴിവാക്കിയത്, എത്ര വലിയ സാമ്പിൾ സൈസാണ്. ഇപ്പോൾ മനോരമയുടെ സാമ്പിൾ സൈസ്, മനോരമ നടത്തിയ സർവേയിലെ സാമ്പിൾ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബൂത്തിൽ ഒരാളെ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടക്കുന്നത്. ഇതിപ്പോൾ കാണിപ്പയ്യൂർ പറയുന്ന കണക്കോലെ, അല്ലെങ്കിൽ കലിയുഗ ജ്യോത്സ്യൻ പറയുന്നത് കണക്കോലൊക്കെയുള്ള ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് അതിലേക്ക് ഡിറൈവ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട്, ഉദാഹരണത്തിന് ആക്സിസ് അവർ പറയുന്നത് വിജയ് അധികാരത്തിൽ വരുമെന്നാണ് തമിഴ്നാട്ടിൽ. ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത് ഇതൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചമച്ചു വിടുന്ന കണക്കുകളാണ്. കാരണം ബംഗാളിൽ BJP ഡോക്ടർ B ജയരാജ്, ഇത് എപ്പോഴും എക്സിറ്റ് പോളുകൾ ആർക്ക് അനുകൂലമാണോ അവരത് എക്സിറ്റ് പോളുകളെ സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്തില്ല എങ്കിൽ കൂടി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു കാറ്റുണ്ട്, ഒരു തരംഗമുണ്ട് എന്ന കാര്യം പറയുകയും ചെയ്യും. അത് എതിരാണെങ്കിൽ, എക്സിറ്റ് പോളുകൾ എതിരാണെങ്കിൽ എക്സിറ്റ് പോളുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, എക്സിറ്റ് പോളുകൾ വെറുതെ ഇങ്ങനെ പടച്ചു വിടുന്ന കാര്യങ്ങളാണ് എന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഇന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതിൽ മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ആണ് ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നതാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് MV ഗോവിന്ദൻ പറയുന്നുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ആർക്കൊക്കെ അനുകൂലമാണോ അതിനെ സ്വാഗതം ചെയ്യും, അല്ലാത്തതിനെ തള്ളിപ്പറയും. അതൊരു പൊതു സ്വഭാവമാണ്. അതാണ് ഇവിടെയും വന്നിരിക്കുന്നത്.
ഇതിനകത്ത് മഞ്ജുഷ, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും കൂടുതൽ യോഗ്യനെന്ന് പറയുക, അതേസമയം കോൺഗ്രസിന് മേൽക്കൈ നേടുകയും ചെയ്യുന്നതിനകത്തുള്ള ഒരു എന്താണ് അത് പറയുന്നത്, ഒരു കോൺട്രാസ്റ്റ്. അതുപോലെ തന്നെ DMK ജയിക്കാതെ അവിടെ വിജയ് ജയിക്കുമെന്ന് പറയുന്നതിനകത്ത് പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ പ്രവചിച്ച പല ആളുകളും, ഇപ്പോൾ ഹരിയാനയിൽ എല്ലാവരും പറഞ്ഞത് കോൺഗ്രസ് ജയിക്കുമെന്നാണ്, പക്ഷേ അവിടെ BJP അധികാരത്തിൽ വരികയുണ്ടായി. അതുപോലെ തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളുകൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ ഇതിനകത്ത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല. പിന്നീട് ചില എക്സിറ്റ് പോളിലൊക്കെ ഈ 14 സീറ്റ് വരെയാണ് BJPക്ക് കേരളത്തിൽ പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയായിട്ട് കണക്ക് കൂട്ടിയാലോ അവർക്ക് തന്നെ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് അവർ തന്നെ പറയുന്നത് 10 സീറ്റുകളേ ഉള്ളൂ. പിന്നെ ഈ 14 സീറ്റുകളൊക്കെയാണ് പ്രൊജക്റ്റഡ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവുമോ കേരളത്തിൽ? അങ്ങനെ ഒരു പോളറൈസേഷൻ എന്തായാലും നമുക്ക് നോക്കിക്കാണാവുന്നതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ ഫ്ലോസ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രത്യേകതരം അലക്കുപൊടി ഇന്ത്യയിലെ എല്ലാ വീട്ടമ്മമാരും 90% വീട്ടമ്മമാരും ഇത് ഉപയോഗിച്ച് നല്ലതാണെന്ന് പറയുന്നു എന്ന് പരസ്യം ചെയ്യുമ്പോൾ ഈ 90%ൻ്റെ സാമ്പിൾ എവിടെ നിന്ന് എടുത്തു? 10 പേരെ എടുത്തിട്ട് അതിൽ 9 പേര് പറഞ്ഞതാണോ? അത് 900 പേരെ എടുത്തിട്ട് 1000 പേരെ എടുത്തിട്ട് അതിൽ 900 പേര് പറഞ്ഞതാണോ? സർവേകൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ അത് സർവേ എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. അത് പിന്നെ അത് വോട്ടെടുപ്പ് തന്നെയാണല്ലോ. അങ്ങനെയല്ലല്ലോ, എല്ലാവരും കാണുന്ന കാര്യമല്ല. ശാസ്ത്രീയതയുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ജെൻസിയുടെ വോട്ട്, സ്ത്രീകളുടെ വോട്ട്, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ജെൻസിയുടെ ഇടയിലുണ്ടായ ട്രെൻഡ് മാറ്റങ്ങൾ, പുതിയ വോട്ടർമാരിലുണ്ടായ മാറ്റങ്ങൾ, SIRുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ട വോട്ടുകൾ മാറ്റിയതിനകത്ത്, പെർസെൻറ്റേജ് കൂടിയതിനകത്ത്, ഈ എല്ലാ ഒരു ഫ്ലക്സ് നിൽക്കുന്നിടത്തോളം കാലം കൃത്യമായിട്ട് ഒരു പ്രവചനം അസാധ്യം തന്നെയാണ്. പിന്നെ കൃത്യമായിട്ടുള്ളൊരു സംഘടനാ സെറ്റപ്പ് ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, വിശിഷ്യ CPMനാണ്. ഓരോ ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ എത്ര വോട്ടുകൾ വരും എന്നത് മുള്ളെണ്ണം പറക്കി അവർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സേഫ് സോണിലാണ് എന്ന് ഇന്ന് ഗോവിന്ദമാഷ് അടക്കമുള്ള ആളുകൾ പറയുന്നതിന്റെ കാരണം അതാണ്. സമീപകാലത്ത് പലപ്പോഴും മുൻപൊക്കെ ശരിയാകാറുണ്ട്, പക്ഷെ സമീപകാലത്ത് പലപ്പോഴും CPMന്റെ ഈ ബൂത്ത് തല കണക്കെടുപ്പ് തെറ്റാറാണ് പതിവ്. നമ്മൾ കാണുന്ന ഒന്നാണ്. അത് 2019 മുതലായിരുന്നു കൂടുതൽ പ്രകടമായിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദമാഷ് പറഞ്ഞത് 19-1 എന്നുള്ളതാണ്. 19 സീറ്റുകൾ LDFന് കിട്ടും, 1 സീറ്റ് UDFന് കിട്ടുകയുള്ളൂ. ആഞ്ഞു പിടിച്ചാൽ അത് മിക്കവാറും 20 സീറ്റും LDFനായിരിക്കുമെന്നാണ് തിരിച്ചാണ് വന്നത്. അപ്പോൾ അത്തരത്തിൽ തെറ്റുന്നുണ്ട്. CPMന് അങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പോൾ ഈ ബൂത്ത് തല കണക്കെടുപ്പിൽ. അങ്ങനെ തെറ്റുന്നതെന്നുള്ളത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇത്തവണ ഒരു 100 വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ള 100 വോട്ട് പോൾ ചെയ്തപ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെറും 10 സീറ്റുകൾ മാത്രമാണ്. മഞ്ജുഷ്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 100 നമുക്ക് ഉറപ്പുള്ള വോട്ടുകൾ വീണിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ 10 മാത്രമേ എടുത്തിട്ടുള്ളൂ. 10% മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പല മണ്ഡലങ്ങളിലും ടൈറ്റ് മത്സരമാണ്, ഇന്ന മണ്ഡലത്തിൽ ജയസാധ്യത കുറവാണ് എന്നൊക്കെയുള്ള അനുമാനങ്ങൾ എത്തുന്നത്. കാര്യം വളരെ കുറച്ച്, ഏറ്റവും കുറച്ച്, ഇപ്പം നമുക്ക് ഏറ്റവും ക്രീമി ആയിട്ട് പറയാൻ പറ്റുന്നത് മാത്രമാണ്. യാതൊരുവിധ സ്പെക്കുലേഷനും ഇല്ലാതെ നമ്മളുടേതെന്ന് ഉറപ്പുള്ള വോട്ടുകൾ മാത്രം മുള്ളെണ്ണം പറക്കിയാണ് ഇത്തവണ കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വി ആർ സിറ്റിംഗ് ഓൺ എ സേഫ് സൈഡ്. പിന്നെ ഈ എക്സിറ്റ് പോളുകളെല്ലാം കാണിക്കുന്ന വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല, ഒരു വേവിനെ കുറിച്ച് അവർ പറയുന്നില്ല. ഒരു വേവ് ഇല്ലാത്തിടത്തോളം കാലം ഈ പറഞ്ഞതുപോലെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്ന് ഈ റിസൾട്ട് ഇഞ്ചോടിഞ്ച് പോരാ. മൈനോറിറ്റി കൺസോൾട്ടേഷന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ വോട്ട് വൈബിന്റെ ന്യൂസ് 18 കേരളമാണ് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊടുത്തത്. അതിൽ വോട്ട് വൈബ് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ സമുദായത്തിൽ 58% UDFന് അനുകൂലമാണെന്നാണ്. മുസ്ലിം ജനവിഭാഗത്തിൽ 50%-ന് മേലെ, ഏതാണ്ട് 52%-ഓളം എന്നുള്ളതാണ് കണക്ക്. ഇത് വരുമ്പോൾ വടക്കൻ കേരളം UDFന് അനുകൂലമായി ചിന്തിക്കുന്നു. അത് പ്രധാനമായിട്ടും മുസ്ലിം കൺസോൾട്ടേഷൻ്റെ ഫലം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് വോട്ട് വൈബ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുവാൻ UDFന് കഴിയുന്നുണ്ട്, പഴയ പ്രതാപത്തിലേക്ക് വന്നില്ല എങ്കിൽ കൂടെയും. അത് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു ഏകീകരണം ഉണ്ടായതുകൊണ്ടാണ്. ഇതൊക്കെ കൃത്യമായിട്ട് എക്സിറ്റ് പോൾ സർവേകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത്
ഈ സാഹചര്യം നിലനിൽക്കുന്നതാണല്ലോ ഡോക്ടർ ബി ജയരാജ്. അതുകൊണ്ടാണല്ലോ UDFും ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്, അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് എന്നതിനാൽ. അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗെയിംസ് ഇറക്കി കളിച്ചിട്ടുണ്ടാവണം. ഈ ഡീലെന്ന് പറയുന്നത് ഡീൽ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ തന്നെ ഉദ്ദേശം തന്നെ അമ്പലക്കള്ളന്മാരുടെ സ്വഭാവമാണ്. ആന വരണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഓടുമ്പോൾ സ്വർണ്ണമാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന ഒരു ന്യായമുണ്ടല്ലോ. ആ ന്യായമാണ് ഇത്തവണ ഇലക്ഷന് കോൺഗ്രസ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി കാണാം. ഇത് ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കും കേരള സമൂഹത്തിൽ. കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴല്ല ഇതിനെല്ലാം ചെറുക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ തന്നെയാവും. നമ്മളാരും എവിടെയും പോകാനൊന്നും പോകുന്നില്ല. ഇനി ഈ പറയുന്നത് പോലെ ഇലക്ഷൻ റിസൾട്ട് നേരെ എതിരാണെങ്കിലും അതിശക്തമായ പ്രതിപക്ഷമായിട്ട് നിന്ന് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എതിർക്കാനായിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ കാണൂ മഞ്ജുഷ. അല്ലാതെ ഈ പറഞ്ഞതുകൊണ്ടൊക്കെ ബംഗാളുമായിട്ടോ അല്ലെ ത്രിപുരയായിട്ടോ ഒന്നും കേരളത്തിനെ കമ്പയർ ചെയ്യേണ്ട. ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി സംഘടനയുള്ള സ്ഥലമാണ് കേരളം. ആ കേരളത്തിൽ ഇനി പോരാട്ടങ്ങളുടെ നാളുകളാണെങ്കിൽ പോരാടാൻ യാതൊരു മടിയുമില്ല. അത് ഈ സമരങ്ങളുടെ നാടാണെങ്കിൽ സമരത്തിലേക്ക് നയിക്കാൻ ഒരു പാടുമില്ല. മുമ്പ് പറയുന്നത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്ന്, ഭരിച്ചപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്നും മനസ്സിലായി. അപ്പോൾ ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ഇടതുപക്ഷം കേരളത്തിൻ്റെ പൾസാണ്. ഇടതുപക്ഷത്തിനെ പൂർണ്ണമായും തൂത്തെറിയാനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിവാക്കാനോ അങ്ങനെയൊക്കെ ദിവാസ്വപ്നം കാണുന്ന എന്നുള്ള കാര്യമല്ലല്ലോ ഇത്തവണ. അല്ലല്ല, ഒരു ഭരണവിരുദ്ധത ഉണ്ടാകുന്നു. 10 വർഷം ഭരണത്തിലിരുന്നവർക്കെതിരെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. അതാണ് ഒരു എക്സിറ്റ് സിഗ്നൽ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് സമ്മതിക്കാൻ പറ്റുകയില്ല. 4-ാം തീയതി വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ശരിയാണത്. എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട് എന്നതാണ്. അതും ശരിയാണല്ലോ. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുമ്പോൾ അതും ശരിയായ കാര്യം തന്നെയാണ്. എക്സിറ്റ് പോളുകളും അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ താങ്കളൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു NDAക്ക് കിട്ടുന്ന BJPക്ക് കിട്ടുന്ന സീറ്റുകളുടെ കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ വോട്ട് വൈബിൻ്റെ അതൊരു കൃത്യതയാർന്ന കണക്കായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിൽ 2 സീറ്റുകളാണ് പറയുന്നത് വോട്ട് വൈബ്. ചിലപ്പോൾ അത് 0 കുറഞ്ഞേക്കാം എന്നുള്ള സാധ്യതയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നിലവിലെ സാഹചര്യത്തിൽ ശരിയായി വരുന്ന ഒന്ന് തന്നെയാണല്ലോ. തെക്കൻ കേരളത്തിൽ കടുത്ത പോരാട്ടം, വടക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ്, മധ്യ കേരളത്തിലും പോരാട്ടം ശക്തമാണ്, പക്ഷേ UDFന് ഒരു മേൽക്കൈ. ഇത് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നുവല്ലോ. അല്ല, ഇങ്ങനെ സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും എന്തായാലും ഒരു സേഫ് മെജോറിറ്റിയോട് കൂടി ഭരിക്കാൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലൂടെ തന്നെയാണ് മുന്നിൽ പോകുന്നത്. കാര്യം എൻ്റെ മുന്നിലുള്ള കണക്കുകൾ അങ്ങനെയാണ്. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എക്സിറ്റ് പോളുകളുടെ സാമ്പിൾ സൈസ് എത്രയാണെന്നോ, എക്സിറ്റ് പോളുകളുടെ മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്നോ, അവരെങ്ങനെയാണ് ഈ ഫ്ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെന്നോ ഒന്നും അറിയാതെ, ഇവരെടുത്തിരിക്കുന്ന ഡെമോഗ്രാഫി വേരിയബിൾ എങ്ങനെയാണെന്നോ, ഇവർ ഫേസ് ടു ഫേസ് ഇതാണോ നടത്തിയിരിക്കുന്നത്, ടെലഫോണിക് ഇൻ്റർവ്യൂ ആണോ, അതോ ഗൂഗിൾ ഫോം വെച്ചിട്ടാണോ, ഏത് സമയത്താണ് ഇവരിത് എടുത്തിരിക്കുന്നതെന്നൊന്നും അറിയാതെ, നമ്മൾക്ക് ഈ മെത്തഡോളജി അറിയാതെ ഇതിനെക്കുറിച്ച് ചാടിക്കയറി എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ചാനലുകൾ പോലും ഒരൊറ്റ എക്സിറ്റ് പോളുകൾ പോലും ഇടതുപക്ഷം വരുമെന്ന് പറഞ്ഞില്ലല്ലോ. സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷം കേരളത്തിൽ ഭരണ തുടർച്ച ആരെങ്കിലും പ്രവചിച്ചിരുന്നു? എണ്ണം പറഞ്ഞിരുന്നില്ല, എണ്ണത്തിലേക്ക് വന്നില്ല. പക്ഷേ അല്ലല്ല, എക്സിറ്റ് പോൾ കഴിഞ്ഞ തവണത്തേത് LDFന് അനുകൂലമായിരുന്നു. ഇല്ലില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് എണ്ണുന്നതിൻ്റെ അന്ന് രാത്രിയിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കുറിക്കുന്നതിന് മുമ്പിലേ വരെ എനിക്ക് അങ്ങേയറ്റത്തെ ടെൻഷൻ തന്നെയായിരുന്നു, അധികാരത്തിൽ തുടരുമോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൾ ആ സമയത്ത് ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. കോൺഗ്രസ്സോ അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാർ സ്കൂളിലെ സംവിധാനം എങ്ങനെയാവും എന്നുള്ള സ്ഥിതി എനിക്കറിയാം. അപ്പോൾ സ്കൂൾ മാറ്റേണ്ടി വരും. എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുന്നൊരു ഭാഗം അതുതന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് സ്കൂളായിരിക്കും അവൈലബിൾ എന്നുള്ളത് ഇനി സ്കൂളുകൾ നോക്കണമല്ലോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു എന്നെ പ്രധാനമായിട്ട് മതിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഏതെല്ലാം രീതിയിൽ ഇതിനെ കൊണ്ടുപോകും, എന്തെല്ലാം രീതിയിലുള്ള ഈ കുത്തിച്ചോർത്തലുകൾ നടക്കും, എന്തെല്ലാം രീതിയിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള മെഷേഴ്സ് ഇതിനകത്ത് നടക്കും എന്നൊക്കെയുള്ളൊരു വിഷമമായിരുന്നു എന്നെ അതിനകത്ത്. ആ ഭാഗത്ത് ഞാൻ സമയത്ത് ഭയങ്കരമായിട്ട് ടെൻസ്ഡായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വളരെ ഫ്രീ ആണ്, യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല. ഉറപ്പായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കണക്കുകൾ എൻ്റെ മുന്നിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രവചിക്കാനൊന്നും ആളല്ല, എന്നാലും
തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിരുന്നിട്ട് അറിയാം. എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ പോൾ ഓഫ് പോൾസ് എന്ന് പറയുന്നതൊക്കെ പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൻ്റെ പേരെടുത്ത് പറഞ്ഞത്. എക്സിറ്റ് പോളുകളെക്കുറിച്ച് ഇന്ന് രാവിലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ രാവിലെ NDTV-യിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ചാനലിലൊക്കെ അദ്ദേഹം ഈ ബംഗാളിലെയും ആസാമിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. ഇതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എക്സിറ്റ് പോളുകളെ ആര് മാനിക്കുന്നു, എക്സിറ്റ് പോളുകളെക്കുറിച്ച് മാനിക്കേണ്ടെന്ന യാതൊരു കാര്യവുമില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എക്സിറ്റ് പോളുകളിനകത്ത് ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. പിന്നെ ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് പറയാൻ കാരണം പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആൻറ്റി ഇൻകംബൻസി ഇല്ലല്ലോ, ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു വിഷയം വരുന്നില്ലല്ലോ. ആൻറ്റി ഇൻകംബൻസി എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടുന്നത്? എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ആരെങ്കിലും ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെ ആന്റി ഇൻകംബൻസി എന്ന് ഒരിക്കലും ആരും പറയില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ തരംഗത്തിന്റെ സൂചന ഈ എക്സിറ്റ് പോളുകളിൽ വരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ഈ UDF പറയുന്നത് പോലെ 100 സീറ്റുകൾ എന്ന രീതിയിലേക്ക് വരുന്നില്ല. പരമാവധി ആക്സിസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് 90 സീറ്റുകൾ വരെ വരുന്നുണ്ട്. താങ്കൾ പറഞ്ഞു 2021 LDF-ന് അനുകൂലമായിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നില്ല എന്ന്. 11 എക്സിറ്റ് പോളുകളിൽ 6 ഫലങ്ങളും പൂർണ്ണമായിട്ടും LDF-ന് അനുകൂലമായിരുന്നു. അതിൽ 100-ലേറെ സീറ്റുകൾ പ്രവചിച്ച വരെ ഉണ്ടായിരുന്നു. 84, 92, 104 മുതൽ 120 സീറ്റുകൾ വരെ, 93 മുതൽ 111 വരെ, 72 മുതൽ 79 വരെ, 72 മുതൽ 80 വരെ, 71 മുതൽ 77 വരെ, ഇങ്ങനെയൊക്കെ എക്സിറ്റ് പോളുകൾ അന്ന് LDF-ന് അനുകൂലമായിരുന്നു. സീറ്റിൻ്റെ വേരിയേഷനാണ് ഞാൻ പറഞ്ഞത്, LDF-ൻ്റെ മാത്രം. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അതിൽ 2 എന്തോ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ ഇഞ്ചോടിഞ്ച് എന്ന് പ്രവചിച്ചിരുന്നു. ഒറ്റ എക്സിറ്റ് പോളിൽ മാത്രമാണ് UDF അന്ന് മുന്നിലെത്തിയിരുന്നത്. അപ്പോൾ എക്സിറ്റ് പോളുകൾ LDF-ന് അനുകൂലമായിരുന്നു 2021. താങ്കൾ അത് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്, താങ്കൾ അത് കിട്ടിയ ഡേറ്റയുടെ പ്രശ്നം കൊണ്ടായിരിക്കണം. 2021 LDF-ന് അനുകൂലമായിരുന്നു. ശ്രീ CK ഷാക്കിർ, ഇവിടെ ഇന്ന് LDF-ന്റെ പ്രതികരണങ്ങൾ വന്നത്, നേതാക്കളുടെ പ്രതികരണം വന്നത് ഇതൊരു പ്രവചന വ്യായാമം മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും LDF പ്രതീക്ഷിക്കുന്നുണ്ട് ഭരണത്തിലേക്ക് എത്താമെന്ന്. നിങ്ങൾ പക്ഷേ മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിക്കഴിഞ്ഞു. കാരണം ലീഗ് സതീശന് പിന്തുണയും നൽകിയിരിക്കുകയാണല്ലോ. അല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും നമ്മളും ശരിവെക്കുന്നില്ല. നേരത്തെ ചർച്ചയിൽ ഇവർ പറഞ്ഞതുപോലെ പിന്നെ വോട്ടെടുപ്പും അതിൻ്റെ കൗണ്ടിങ്ങൊന്നും ആവശ്യമില്ലല്ലോ. ഒരു കാര്യം തീർത്ത് പറയാം, 100-ൽ അധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി 4-ാം തീയതി കേരളം ഭരിക്കാൻ ജനങ്ങൾ അവർക്ക് അവസരം നൽകും. അതിൽ വലിയ പ്രതീക്ഷയിലാണ്. അത് ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യവും UDF-ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഓരോ ദിവസവും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. IAS ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ കടുത്ത കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇവരുടെ കേരളത്തെ പിറകോട്ട് നയിച്ചതിൻ്റെ ഒക്കെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM-കാർ പോലും എന്താ പറയുക, ഇത് എഴുതി തെളിയിട്ടുണ്ട്. CPM ഇവിടെ കേരളത്തിൽ ഭാവിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യം മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അവർ പോലും കണക്കുകൂട്ടിയതാണ്. നിങ്ങൾ നോക്ക്, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ചാനലുകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് പറയുന്നു. അത് ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, ഏകാധിപത്യമല്ല. എന്നാൽ നിങ്ങൾ നോക്ക്, പ്രതിപക്ഷ നേതാവായി ആരാണ് വരിക എന്ന് ഇവർ പരിഗണിക്കാൻ വെച്ചിട്ടുള്ള 4 പേരുകളുണ്ട്. ഈ 4 പേരുകളും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമാണ്. P. രാജീവ് കളമശ്ശേരി തോൽക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. മന്ത്രി റിയാസ് ബേപ്പൂരിൽ തോൽക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. TP രാമകൃഷ്ണൻ 22,000 വോട്ടിന് ജയിച്ചിട്ടുള്ള പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലി എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവിനോട് തോൽക്കുമെന്നുള്ള ഭയപ്പാടോടെയാണ് അവർ കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രതിപക്ഷ നേതാവായി കാണുന്ന ആളുകളെ പോലും ഇവർക്ക് ജയിക്കുമോ എന്ന ആശങ്കയിലേക്ക് CPM എത്തിയിട്ടുണ്ടെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് തർക്കിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമൊന്നും അല്ലല്ലോ, അത് പിടിവലിയാണ്, തമ്മിൽ അല്ല. മനുഷ്യ, ഓക്കെ, നിങ്ങൾ ഇന്ന് ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേദിയിൽ, ഏതെങ്കിലും ഒരു യോഗത്തിൽ കോൺഗ്രസിന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി തർക്കമുണ്ടായോ? ഏതെങ്കിലും കാലത്ത് നമ്മൾ മനുഷ്യ വളരെ അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തല്ലും പരസ്യമാക്കുകയില്ലല്ലോ. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ഇതേ കാര്യം തന്നെയാണല്ലോ. സതീശനെതിരായിട്ട് പോസ്റ്ററുകൾ അത് ഇടതുപക്ഷം ചെയ്യുന്നതാണല്ലോ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണോ? അല്ലല്ലോ, സ്വന്തം പടയിൽ നിന്ന്, പാളയത്ത് നിന്നാണ് ഈ പടയെല്ലാം വരുന്നത്.
പറയട്ടെ. അതെ, ഇന്ന് പുലർച്ചെ 3:30 ഇന്ന് പുലർച്ചെ 3:30 VD സതീശന്റെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് പതിക്കുന്നത് CPM പ്രാദേശിക നേതാവാണെന്ന് CCTV പുറത്തു വന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ? വരാപ്പുഴ ഭാഗത്ത് അത് ഇവര് മനസ്സിലാക്കിയത് കേരളത്തിൽ എല്ലാവരും വെറുതെ അല്ല ഇവർ CCTVക്കും കമ്പ്യൂട്ടറും ഒക്കെ എതിരായിരുന്നത്. ഇവരുടെ എല്ലാ കൊള്ളരുതായ്മകളും വളരെ വ്യക്തമായി പെട്ടെന്ന് പുറത്തു വരികയാണ്. ഞാൻ ആവർത്തിച്ച് പറയാം പ്രിയപ്പെട്ട മഞ്ജുഷേ, ഈ കേരളക്കരയിൽ 10 വർഷക്കാലം കൊണ്ട് ഇവർ നടത്തിയ ദുർഭരണത്തിന് CPMകാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കപ്പുറത്ത് ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ആളുകളൊക്കെ ഇവർക്കെതിരാണ്. വലിയ വിഭാഗം ജനങ്ങൾ. ഇന്ന് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തോറ്റാൽ തല മൊട്ട അടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കമ്മൽ വെച്ച് നടക്കുന്നു. വാർത്ത പുറത്തുവിട്ടിരുന്നോ? ഷാഹിർ ഇപ്പൊ പറഞ്ഞ കാര്യം ഏതെങ്കിലും മീഡിയ ഹൗസ് പുറത്തുവിട്ടിരുന്നോ? ഏത് വാർത്തയാണ് ഇപ്പോൾ പറഞ്ഞില്ലേ പോസ്റ്റർ ഒട്ടിക്കുന്നത് CPMകാരാണെന്നുള്ളത്? ഏതെങ്കിലും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നോ? അതെ, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഏതെങ്കിലും ഷാക്കിർ അല്ല, ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നല്ലോ. ഷാക്കിർ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തിനു മീഡിയ ഹൗസിന് കൊടുക്കാൻ ചെന്ത്? അവരത് വലിയ വാർത്തയാക്കിയനല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമം, കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമം അത് വാർത്തയാക്കിയിരുന്നെങ്കിൽ താങ്കൾ പറയുന്നത് ന്യായമാണ്. അല്ലെങ്കിൽ ഒരു കുക്ക്ഡ് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോ മഞ്ജുഷിന് അയച്ചു കൊടുക്കുക. ഞാൻ ഈ ചർച്ച കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഞാൻ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞു. CPMന്റെ പ്രാദേശിക നേതാവ് ഇന്ന് പുലർച്ചെ 3:30 അത് ഒട്ടിച്ചു പോകുന്നതിന്റെ പ്രചരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പ്രാദേശിക നേതാവിന്റെ പേരെന്ന് പറഞ്ഞേ, ആ പ്രാദേശിക നേതാവിന്റെ പേരറിയാമോ? ഏത് ജില്ലയില് വരാപ്പുഴയിലെ ഏത് ബ്രാഞ്ചില് ഏത് പ്രാദേശിക നേതാവ്? എറണാകുളം ജില്ലയില് ഞാൻ പറഞ്ഞല്ലോ ഏത് പ്രാദേശിക നേതാവെന്ന് പറയുന്നേ. അല്ല, അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ്, അതിന്റെ വിഷ്വൽസ് അല്ല. നിങ്ങൾ അയച്ചുതരാം. ആണ് കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ കേരളത്തിൽ നിന്നല്ല പറഞ്ഞത്. സോഷ്യൽ മീഡിയ എന്തെല്ലാം പൊട്ടത്തരങ്ങൾ വിടും ഷാക്കിറെ. സോഷ്യൽ മീഡിയ പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാനുള്ള സതീശിന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശിനെതിരെ ഒരു കാർട്ടൂൺ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കണ്ടിരുന്നു തൊടുപുഴയിൽ. അതും അത്തരത്തിലുള്ളതാണോ? അല്ല, നിങ്ങൾ കോൺഗ്രസിന്റെ ആരെങ്കിലും, ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ കോൺഗ്രസിൽ തമ്മിൽ തല്ല്, മുഖ്യമന്ത്രിയാവാൻ അടിയാണ്. എവിടെയാണ് അടി? ആഗ്രഹമുള്ളവരുണ്ട്, അതിനുവേണ്ടി ഒരുപക്ഷെ പരിശ്രമിക്കുന്നവരുണ്ട്, താല്പര്യം അറിയിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായ മനുഷ്യരെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എത്രയോ കാലമായി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കാണുന്നയാളാ. ആ 1956 മുതൽ കേരളത്തിൽ കോൺഗ്രസ് വന്ന സമയങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ്, നിയമസഭാ പാർട്ടി ലീഡർ ആരാണ് എന്ന് തെരഞ്ഞെടുക്കാൻ അതിന്റെ കൃത്യമായ പ്രോസസ് ഉണ്ട്. പിന്നെ നേരത്തെ മഞ്ജുഷ പറഞ്ഞൊരു കാര്യം തിരുത്തേണ്ടതുണ്ട്. ഇന്ന് ചില മാധ്യമങ്ങൾ തെറ്റായി പറയുന്ന ഒരു കാര്യമുണ്ട്, VD സതീശനെ മുഖ്യമന്ത്രിയായി ലീഗ് സപ്പോർട്ട് ചെയ്തു എന്ന്. അത് VD സതീശനാണോ, KC വേണുഗോപാലാണോ, മറ്റാരെങ്കിലും ആണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. മാത്രമല്ല, ഇന്ന് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് നിങ്ങൾ കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പറയുന്ന മറുപടി നിങ്ങളൊക്കെ കാണിച്ചതാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ഒരു പക്ഷേ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രമുഖ ഘടകകക്ഷികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പറഞ്ഞ കാര്യം ഈ എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിൽ പിണറായി വിജയനായിരുന്നു കൂടുതൽ പേരുടെയും പിന്തുണ. തൊട്ടടുത്ത് തന്നെ VD സതീശനും വന്നു. മറ്റു കോൺഗ്രസ് നേതാക്കളൊന്നും അത്ര ജനപ്രിയരായിരുന്നില്ല എക്സിറ്റ് പോളുകളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ജനാഭിപ്രായം സതീശനുള്ള പിന്തുണയാണ് എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചത്. അതായത് UDFന് കിട്ടിയ ഈ ജനപിന്തുണയുണ്ടല്ലോ, അത് സതീശനുള്ള ആ ജനാഭിപ്രായം സതീശനുള്ള പിന്തുണയാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അത് പിന്നെ ആ രീതിയിലേ പറയാൻ പറ്റുകയുള്ളൂ, വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ലീഗിന് സതീശന്റെ പിന്തുണ, സതീശന് ലീഗിന്റെ ഞാൻ ബൈറ്റ് കേട്ടോ, ഞാൻ ബൈറ്റ് കേട്ട പോലെയാണ് ഞാൻ ആ ബൈറ്റ് പറഞ്ഞത്. ജനവികാരം ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുമ്പോ അത് ചോദിക്കുമ്പോഴാണോ? അല്ല മഞ്ജുഷ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം മഞ്ജുഷ കൃത്യമായി. ആ ജനവികാരം VD സതീശന് അനുകൂലമാണല്ലോ എന്ന് ആദ്യം പുറത്ത് ചോദിക്കുമ്പോൾ ജനവികാരത്തിനനുസരിച്ചാണ് കോൺഗ്രസ് തീരുമാനമെടുക്കാറില്ലേ എന്ന് തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. അത് സത്യമല്ല, അത് വസ്തുതല്ലേ? ജനവികാരത്തിനനുസരിച്ചല്ലേ കോൺഗ്രസ് തീരുമാനം എടുക്കുള്ളൂ.
എക്സിറ്റ് പോളിൽ സതീശൻ അല്ല, എക്സിറ്റ് പോളിലെ ജനാഭിപ്രായം സതീശനുള്ള പിന്തുണ അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നല്ല പറയുന്നത്. പക്ഷേ അത് സതീശനുള്ള പിന്തുണ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നുള്ളൂ. അത് ലീഗിന്റെ ഒരു പിന്തുണയാണ്. ലീഗ് VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്, ശ്രീ CK ഷാക്കിർ. അത് ലീഗിന്റെ നേതാക്കൾ എവിടെ വേണമെങ്കിലും പറയുവാനും തയ്യാറാണ്. ഞാൻ ഒരു കാര്യം കൂടി കടത്തി പറയുകയാണ്. ലീഗിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇക്കാര്യം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തർക്കം വരികയാണെങ്കിൽ VD സതീശനാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ എന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏത് വേദിയിലും വന്ന് പറയാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ കാര്യമാണ്, ഞാനത് പറയുകയാണ്. അത് മഞ്ജുഷനോട് ആരോ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. അല്ല മഞ്ജുഷേ, നിങ്ങളോട് ഏതെങ്കിലും ലീഗ് നേതാവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി ഫോറവും അല്ലെങ്കിൽ അങ്ങനെ പരസ്യമായി തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ പറയേണ്ട സമയത്ത് കൃത്യമായി ഞങ്ങളുടെ നേതാക്കന്മാർ അത് പറഞ്ഞിരിക്കും. അതുവരെ നിങ്ങൾ ദയവായി ഇപ്പൊ കേരളത്തിൽ ഈ ദുർഭരണത്തിന് ജനങ്ങൾ ഞാൻ പറഞ്ഞതല്ലോ അല്ല, UDF അനുകൂലമായിട്ട് എക്സിറ്റ് പോളുകൾ വന്നതിൽ അല്ല എക്സിറ്റ് പോളുകൾ വന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനുള്ള ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു തർക്കം നടക്കുന്നു എന്ന ഒരു കോൺഗ്രസിലേക്ക് ചർച്ച വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അതായത് ലീഗ് ഈ എക്സിറ്റ് പോളുകളെ ശരിവെക്കുകയാണ്, ലീഗും UDFും ഈ എക്സിറ്റ് പോളുകളെ ശരിവെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിവെക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ 75-80 നിൽക്കണില്ല. ഇത് 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. അതാണ് നമ്മളുടെ എന്താ പറയുക, ഞങ്ങൾ പീപ്പിൾസ് പോളിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ എക്സിറ്റ് പോളോ പ്രീ പോളോ അല്ല, പീപ്പിൾസ് പോൾ UDF അനുകൂലമാണ്. അതുകൊണ്ട് അനുകൂലമാണെന്ന് മാത്രമല്ല, ഈ 10 വർഷ ദുർഭരണത്തിന് എല്ലാം നിങ്ങൾ നോക്ക്. ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നത്, എത്രങ്ങാനും വലിയ കൂറ്റൻ ബോർഡുകളാണ് പിണറായി വിജയൻ്റെത്. എത്ര ബോർഡുകൾ, ആയിരക്കണക്കിന് ബോർഡുകൾ, എത്ര കോടി രൂപയാണ് ഇവരിതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ആ ബോർഡ് കണ്ട CPM-ന്റെ പ്രവർത്തകന്മാർ പോലും അതിനെതിരെ വോട്ട് ചെയ്യും. അത്ര ഈ കടക്കണിയിലുള്ള കേരളത്തെ വീണ്ടും വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. ആ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത് അത് കൈമാറാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ സമയത്താണ് ഇവർ കോടിക്കണക്കിന് രൂപയുടെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെതിരെ ജനങ്ങളുടെ വിധിയെഴുത്താണ്. ആ പീപ്പിൾസ് പോളിന്റെ റിസൾട്ട് 4-ാം തീയതി വരും എൻ്റെ മഞ്ജുഷേ. ആ 4-ാം തീയതി 3 അക്ക സംഖ്യയിൽ UDFന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോ. നമുക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും, ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരികയാണ്. അന്ന് നമുക്ക് ബാക്കി പറയാം. ഡോക്ടർ B ജയരാജ്, അമിത ആത്മവിശ്വാസം എന്നല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഇപ്പോൾ. എക്സിറ്റ് പോളുകളെയും മറികടന്നുള്ള പ്രകടനം, അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ തന്നെ എന്നതാണ് UDF നേതാക്കൾ ഏക സ്വരത്തിൽ പറയുന്നത്. ഇന്ന് എല്ലാ നേതാക്കളുടെയും പ്രതികരണം ആ രീതിയിലുള്ളതായിരുന്നു. ആ ആത്മവിശ്വാസത്തിന് കാരണവുമുണ്ട്. വലിയൊരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നില്ലല്ലോ എക്സിറ്റ് പോളുകൾ എന്ന് വാദിക്കുമ്പോഴും ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണിത്. ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല മഞ്ജുഷ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പല എക്സിറ്റ് പോളുകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അബ്കി ബാർ 400 പാർ എന്ന് പറഞ്ഞിട്ടാണ് മോദി വലിയ മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. അന്നേരത്തുള്ള എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞത് മോദി വമ്പിച്ച ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വരുന്നു. അവസാനം മോഡിക്ക് എത്ര സീറ്റാണ് കിട്ടിയെന്ന് നമുക്കറിയാം. വെറും 293 വോട്ടുകളാണ് കിട്ടിയത്. അതുപോലെ ബീഹാറിലെ NDA വിക്ടറിയാണ് പ്രൊജക്റ്റ് ചെയ്തിരുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും. പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിലാണ് ബീഹാറിൽ. അത് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. ഒത്തൊരുമയില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചത്. കോൺഗ്രസിൻ്റെ ചില പിടിപ്പുകേടുകൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. അതുപോലെ 2023 കോൺഗ്രസ് ജയിക്കുമെന്നാണ് ഛത്തീസ്ഗഡിൽ പറഞ്ഞത്. അവിടെ ആരാണ് ജയിച്ചത്? അവിടെ BJP ആണ് ജയിച്ചത്. BJP അവിടെ 325 സീറ്റോടുകൂടി യു പിയിൽ ഹങ് അസംബ്ലിയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത്. അവിടെ 325 സീറ്റ് എടുത്തിട്ട് BJP അവിടെ സ്വീപ്പ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാതെ ഡെഫിനിറ്റീവ് ഫോർകാസ്റ്റ് ആയിട്ട് ഒരു കാരണവശാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ജെൻസിയെ എങ്ങനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്തത്, സ്ത്രീകളെ എങ്ങനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്തത്. സ്ത്രീകളാണല്ലോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസിസീവ് ഫാക്ടർ. ഇത് സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ വിഷയങ്ങൾ, സ്ത്രീകളുടെ പെൻഷൻ, സ്ത്രീകളുടെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ആണല്ലോ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. അതിനകത്ത് കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോൺഗ്രസ് എങ്ങനെയാണ് അതിനകത്തെ ആളുകളെ, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ഇതെല്ലാം ഡീപ്പ് ഇമ്പാക്റ്റാണ് ഞാൻ ഇടപെടുന്ന പല ചെറുപ്പക്കാരും എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ചെറുപ്പക്കാരുടെ ബലത്തിൽ കൂടിയാണ് UDF അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഇപ്പോൾ വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ കണക്കനുസരിച്ച് യുവാക്കളിൽ നല്ലൊരു പങ്ക്
UDF ഭരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെയാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കന്നി വോട്ടർമാരാണ് ഭാവി നിർണ്ണയിക്കുന്നത്. അവർ തന്നെയാണ് 18 മുതൽ 24 വരെയുള്ള ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് UDFന് പിന്തുണ നൽകിയവരിൽ കൂടുതലും. അവരുടെ പിന്തുണ UDFനായിരുന്നു. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ കനകോലുവിനെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ നേരത്തെ തന്നെ മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പല ആളുകളും മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ വൈകിയാണെന്നെങ്കിലും ഇടതുപക്ഷ ഹാൻഡിലുകൾ വളരെ ആക്റ്റീവ് ആവുകയും എല്ലാവരും ഓരോരുത്തരും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ പൊളിച്ചെടുക്കാനായിട്ടും ഈ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ നടന്ന ഈ വയനാട്ടിൽ നടന്ന ഈ പണപ്പിരിവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ദുരിതാശ്വാസ പദ്ധതികൾ അല്ലെങ്കിൽ പുനരധിവാസ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണപ്പിരിവിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് വയ്ക്കാനോ ആ പിരിച്ച പണം എവിടെയെന്ന് പറയാനോ ലീഗ് ഒഴിച്ചിട്ടുള്ള ഒരു വലതുപക്ഷ സംഘടനയിലെ ഒരു കക്ഷികൾക്കും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഫണ്ടെല്ലാം വാനിഷ്ഡ് ഇൻ തിൻ എയർ എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി. അതും ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ എത്ര കോടിയാണ് യൂത്ത് കോൺഗ്രസ് പിരിച്ചത്, എത്ര കോടിയാണ് കോൺഗ്രസ് പിരിച്ചത്, എത്ര കോടിയാണ് വിദേശത്ത് പോയി പിരിച്ചത്, ഇതെല്ലാം ഈ പൈസ എല്ലാം എവിടെയാണ് പോയെന്നുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് ആളുകളുടെ മുന്നിൽ വന്നുകൊണ്ടിരുന്നൊരു കാര്യം. അതായത് ആ ശവം തൂക്കി പ്രയോഗം. ആ പ്രയോഗമൊക്കെ അത് കുറുക്കി കൊണ്ടുവരുന്ന രീതിയിൽ ചില ഇലക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇലക്ഷൻസിനകത്തൊരു ഫോട്ടോഗ്രാഫൊക്കെയാണ് ചേഞ്ച് ആവുന്നത്. ഉദാഹരണത്തിന് ഒരിക്കൽ എനിക്ക് തോന്നുന്നു EK നയനാർ ആണെന്ന് തോന്നുന്നു, പിന്നെ ഈ ഹൂസ്റ്റണിലോ മറ്റോ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയിരുന്ന സമയത്ത് VS സന്ദർശിക്കാനായിട്ട് അവിടെ ചെന്നു, മുഖ്യമന്ത്രിയെ സന്ദർശിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ പിറ്റേ ദിവസം മാതൃഭൂമിയിലെ വാർത്തയുടെ ഫ്രണ്ട് പേജ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ 8ാം വാർഡിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു രോഗി തറയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കാല് പൊക്കി ഇങ്ങനെ കിടക്കുന്നു. അപ്പം പൊതുജനം ഇങ്ങനെയാണ് കിടക്കുന്നത്, നേതാക്കന്മാർ അങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിലൊരു വാർത്ത ഇട്ടു. ആ വാർത്ത വളരെ അധികം ജനങ്ങളെ സ്വാധീനിച്ചു. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇമോഷൻസാണ്. കനകോലു പറഞ്ഞത് ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഇമോഷൻസാണ് ജനങ്ങളെ നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ കാര്യത്തിൽ വൈകാരികമായിട്ടാണ് ആളുകൾ ഇതിനെയെല്ലാം സമീപിക്കുന്നത്. അത്തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മുമ്പ് ഈ പറഞ്ഞ കണക്കോലെ റിലീജിയസ് കൺസോൾട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ടായിരുന്നു. മോസ്കുകാർ വിളിച്ചു പറഞ്ഞാൽ, മഹല്ല് കമ്മിറ്റികൾ വിളിച്ചു പറഞ്ഞാൽ എൻ ബ്ലോക്കിൽ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ആ ഒരവസ്ഥയൊക്കെ ഇപ്പോൾ മാറി. ആ ഒരവസ്ഥ മാറിയെന്ന് തന്നെയാണ് എനിക്ക് കാണാൻ ഇഷ്ടം, എനിക്ക് പറയാനും ഇഷ്ടം. കാരണം നമ്മളിപ്പോഴും ജീവിക്കുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റിലാണ്. എത്രമാത്രം ത്രെറ്റാണ് സെക്യുലറിസത്തിനെതിരെ ഉണ്ടാവുന്നതെന്നുള്ളത് ഇത്തരത്തിലുള്ള കൺസോളിഡേഷൻ, അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളൊരടിസ്ഥാനത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ, നമ്മളുടെ വിലയിരുത്തലിൻ്റെ കാഴ്ചപ്പാടിൽ അത് തന്നെയാണ് അത്തരത്തിലുള്ളൊരിത് കേരളത്തിനെ ഏത് അവസ്ഥയിലേക്ക് കൊണ്ട് അത് LDF ആലോചിക്കേണ്ടതാണ് കേട്ടോ. SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ മടിച്ച LDF അത് പുനർവിചിന്തനം നടത്തേണ്ടതാണ്. ഈ ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ചെറുക്കുമെന്ന് വലിയ വായിൽ പറയുകയും SDPയുടെ വോട്ട് ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല എന്ന് നേതാക്കൾ ഒറ്റസ്വരത്തിൽ പറഞ്ഞതും കേരള ജനത കേട്ടതാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുമുണ്ട്, ജനങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ശ്രീ ഡോക്ടർ B. ജയരാജ്, അങ്ങനെ അല്ലല്ലോ. ഇതിനകത്ത് അങ്ങനെയാണല്ലോ. പിന്നെ അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഇലക്ഷനിൽ നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കുന്നു. ആരുണ്ടാക്കുന്നു? ഇടതുപക്ഷം ഉണ്ടാക്കുന്നു. ലോക ചരിത്രത്തിൽ എവിടെങ്കിലും നടന്നിട്ടുള്ള കാര്യമാണോ BJP ആയിട്ട്? നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നൊരു കാര്യമാണോ BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ആരോപണമാണ്, ഡീൽ ആരോപണം. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് മുസ്ലിം വിരുദ്ധതയാണ്, അദ്ദേഹത്തിനെ കാറിൽ കയറ്റിയതുകൊണ്ട് മുസ്ലിങ്ങൾക്കെല്ലാം എൻ ബ്ലോക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചീപ്പ് നറേഷൻസ് ആയിരുന്നു കുറേ നാളെ എയറിൽ ഇങ്ങനെ തങ്ങി നിന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ അത്തരം പ്രസ്ഥാനങ്ങളെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യൻ പോലും അത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെയൊന്നും അംഗീകരിക്കാനും തയ്യാറല്ല. പിന്നെ BJP ആയിട്ട് ഡീല് നടത്തി എന്നൊക്കെ പറയുന്നത്, ഈ ഡീല് നടത്തി നേരത്തെ പരിചയമുള്ളത് PP മുകുന്ദൻ്റെ കാലം തൊട്ടേ ഡീല് നടത്തി നല്ല പരിചയമുള്ളത് കോൺഗ്രസ്സിന് തന്നെയാണ്. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് വെള്ളത്തിൽ കാല് വെച്ചിട്ടുള്ള ഒരു കളിയായിരുന്നു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൂരം കലക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണോ എന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി ആരാണ് അധികാരത്തിലേക്ക്? കോൺഗ്രസ് തന്നെയാണ്. എല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ എടുത്തും വെളുത്തുണ്ടായിരുന്ന ആളുകൾ അറിയോ?
എന്തൊരു പൊട്ടത്തരമാണ് ഷാക്കിർ വീണ്ടും വീണ്ടും പറയുന്നത്. ഈ പറഞ്ഞ എത്രയോ മീഡിയകളിൽ തിരുത്തി തന്നിട്ടുള്ളതാണ്. എത്രയോ മീഡിയകളിൽ എത്രയോ ചർച്ചകളിൽ ഈ വാർത്തയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുള്ളതാണ്. എന്താണ് ജനസംഘം എന്നും എന്താണ് ജനതാ പാർട്ടി എന്നും വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണം തന്നിട്ടുള്ളതാണ്. പിന്നെ ഈ ചർവണം ഇവിടെ വന്നിരുന്നുകൊണ്ട് വിളമ്പരുത്, അതിനുള്ള സ്ഥലമല്ല ഇത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോളിനെ കുറിച്ചാണ്. ഷാക്കിറെ ഒടിഞ്ഞുപോയ ലീഗിന്റെ ഇത്തരം കാര്യങ്ങളിൽ ചരിത്രബോധമില്ലാത്ത അണികളോട് പോയി സംസാരിച്ചാൽ ചരിത്രബോധം നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് അല്ലല്ല, നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് അല്ലെ നിങ്ങൾക്ക് അറിവില്ലാത്തതിന് നിങ്ങൾ വേറെ ആളുകളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. KG മാരാർ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നു BJP ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ആ ഡീൽ ആരോപണം നിങ്ങൾ ഉന്നയിച്ചതാണ്, അത് ചർച്ച ചെയ്തതുമാണ്. ശരി, എക്സിറ്റ് പോളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ UDF അനുകൂലമായി എക്സിറ്റ് പോളുകൾ എന്ന് പറയുമ്പോഴും അഭിലാഷിനോട് MP ഗോവിന്ദൻ പറയുന്നുണ്ട് RSS സഖ്യമുണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്താ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് ആ വിഷയങ്ങൾ. അഭിലാഷിനോട് പറഞ്ഞതാ. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ എതിർക്കുമെന്ന് രണ്ടു കൂട്ടരും പറയുമ്പോഴും രണ്ടു കൂട്ടരും വോട്ട് വേണ്ട എന്ന് പറയുവാൻ തയ്യാറാവുകയില്ല. അത് UDF ഉം LDF ഉം അങ്ങനെ തന്നെയാണ്. ശരി, ശ്രീ CK ഷാക്കിർ, ഇവിടെ കൃത്യമായ ഒരു മെജോറിറ്റിയിലേക്ക് വരാൻ കൃത്യമായ ഒരു മെജോറിറ്റിയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ശ്രീ ഷാക്കിർ, വടക്കൻ കേരളത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ എഡ്ജ് UDF-ന് പറയുന്നത്. അതൊരു മുസ്ലിം കൺസോളിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അങ്ങനെയല്ല. തെക്കൻ കേരളത്തിൽ ടൈറ്റസ്റ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അത് ഈ സാഹചര്യത്തിൽ ശരിയുമായിരുന്നു. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒറ്റ കാര്യം പറയാൻ സമയത്ത് പ്ലീസ്, ദയവ് ചെയ്തിട്ട് മുസ്ലിം കൺസോളിഡേഷൻ എന്നുള്ള വാചകങ്ങൾ ഉപയോഗിക്കല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ചർച്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നലെ പറയേണ്ടി വന്നതാണ്, ഇപ്പോഴും ഞാൻ ആവർത്തിക്കുകയാണ്. ഈ കേരളത്തിലെ വോട്ടർമാർ UDF-ന് അനുകൂലമായി വിധി എഴുതിയാൽ അത് ന്യൂനപക്ഷ ഇപ്പോൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ TP രാമകൃഷ്ണൻ LDF-ന് കൺവീനർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എക്സിറ്റ് പോളിൽ ഞാനും തോൽക്കുന്നതിൻ്റെ പട്ടികയിലാണല്ലോ, നമുക്ക് കാണാമെന്ന്. നിങ്ങൾ നോക്കുക, ആ പേരാമ്പ്ര മണ്ഡലത്തിൽ മാത്രം ഞാൻ മനസ്സിലാക്കിയത് 34% മാത്രമേ മുസ്ലിം സമുദായമുള്ളൂ. അതിൽ തന്നെ CPM-കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, SDPI-കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, പിന്നെ അതുപോലെ PDP-കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. ഇവരൊക്കെ UDF-ന് വോട്ട് ചെയ്യുമോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബാക്കി 65 ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടാതെ ഈ UDF-ന് മറ്റ് സ്ഥാനാർത്ഥി ജയിക്കാൻ കഴിയുമോ? നിങ്ങൾ UDF ജയിക്കുന്ന സമയത്ത് മുഴുവൻ കൊണ്ടുവരുന്ന ഒരു നരേശനാണിത്. അത് ഇത്തവണ വിലപ്പോവില്ല. നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇത് കാസർഗോഡ് മുതൽ അവിടെ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. നിങ്ങൾ എവിടെ എടുത്തോ, നിങ്ങൾ 2 മണ്ഡലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോ. ഒന്ന് ഞാനിപ്പോൾ ഇരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി, മറ്റൊന്ന് മലപ്പുറം ജില്ലയിൽ VS ജോയ് മത്സരിച്ച തവനൂർ. ഈ തവനൂരിൽ VS ജോയ് എന്ന ക്രിസ്തുമത വിശ്വാസി മത്സരിക്കുമ്പോൾ 1% ക്രിസ്ത്യൻ വോട്ട് പോലും തവനൂരിലില്ല. നിങ്ങൾ കണ്ടോ VS ജോയിയെ? ആ മലപ്പുറത്തെ മതേതര വിശ്വാസികൾ കാലങ്ങളായി LDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന ആ മണ്ഡലത്തിൽ തവനൂരിൽ നിന്ന് VS ജോയ് ജയിച്ചു വരികയും തിരുവമ്പാടിയിൽ നിന്നോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടെ ഇന്ന ആളുകൾ സ്ഥാനാർത്ഥിയാക്കണം, ലീഗ് സീറ്റ് വിട്ടുകൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് തെറ്റായ വാർത്തകൾ കൊടുത്ത ആളുകൾ മാധ്യമപ്രവർത്തകർ. അവിടെ CK കാസിം എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കേരളത്തിന്റെ മതേതര മനസ്സ് ആണയിട്ടുറപ്പിക്കുന്ന രീതിയിൽ 4-ാം തീയതി ഇവർ രണ്ടുപേരും കേരളത്തിന്റെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ സമ്മതിക്കണം ഇത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ അല്ല എന്ന്. അന്നെങ്കിലും ഈ മാധ്യമ നിരീക്ഷകന്മാർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം. നമ്മുടെ കേരളത്തിലെ മതേതര മനസ്സിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ മനുഷ്യരായി കാണും വോട്ടർമാരെ, എല്ലാവരെയും മതത്തിന്റെ പേരിൽ കാണല്ലേ. വർഗീയവാദികളെ ചേർത്ത് പിടിച്ചിട്ട് വെള്ളാപ്പള്ളിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മാന്യന്മാരായ ആളുകളെ ദയവ് ചെയ്തിട്ട് വർഗീയത അധിക്ഷേപിക്കൽ, അങ്ങനെ ചാപ്പ കുത്തല്ലേ. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദികളല്ല എന്നുള്ള ചാപ്പ കൊടുത്തതും നിങ്ങൾ തന്നെയാണ്. അല്ല, ഈ ജമാഅത്ത് ഇസ്ലാമി എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ഉടനെ കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയും. ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? രാഷ്ട്രീയ സംഘടന, വെൽഫെയർ പാർട്ടി, ഐക്യ ജനാധിപത്യ മുന്നണി, കേൾക്ക്,
കേൾക്കി, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനം നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ പറയാം, PDP ISS എന്ന് പറയുന്ന RSSന് പതിനുണ്ടാക്കിയ സംഘടനയെ അത് നിരോധിച്ച സമയത്ത് 92 ഡിസംബർ 6 അത് പിരിച്ചുവിട്ട് PDP ഉണ്ടാക്കിയതാണ് അബ്ദുൽ നാസർ മദനി. SDP എന്ന സംഘടന നിങ്ങൾക്കറിയാം, NDFന്റെ പുതിയ രൂപമാണ്. അവർ ആളുകളെ കൈവെട്ടിയതും പല അക്രമം നടത്തിയത് നമുക്കൊക്കെ അറിയാം, PDPയുടെ അറിയാം. എന്താ ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും ഒരു ഉറുമ്പിനെ ആക്രമിച്ചത് നിങ്ങൾക്കറിയോ? അവരുടെ ആശയങ്ങളുമായി നമുക്ക് യോജിപ്പില്ല. പക്ഷെ നിങ്ങൾ പറ, ഏത് വർഗീയ പ്രവർത്തനമാണ് അവർ? വിദ്വേഷ പ്രചരണമാണ്. അല്ലെങ്കിൽ ആരെയെങ്കിലും മതത്തിന്റെ പേരിൽ ആക്രമിച്ച ജമാഅത്ത് ഇസ്ലാമിനെ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? ഇന്ത്യയിലോ കേരളത്തിലോ? നിങ്ങൾ എന്താ പറയുന്നത്? എന്നാൽ PDPക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ല, RSS പ്രശ്നമില്ല, SDPI പ്രശ്നമില്ല. നിങ്ങൾ വർഗീയ കക്ഷികൾ അങ്ങനെ കാണും. നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല സംഘടനകളുമായി. അപ്പോൾ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും കുഴപ്പമല്ല, അവർ വർഗീയവാദികളല്ല. അല്ല, അവർ വർഗീയവാദികളല്ല. അതേസമയം SDPയും PDPയും വർഗീയവാദികളാണ്. അതായത് നിങ്ങൾ വർഗീയവാദികൾക്കിടയിൽ അവർക്കിടയിൽ ചിലർക്ക് നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റും ചിലർക്ക് മോശം സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ്. അതാണ് ഉണ്ടായത്. അതും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണില്ല. പക്ഷെ നമ്മൾ കണ്ടത് ഇപ്പോ ഈ SDPI എന്നുള്ള സംഘടനയുടെ പ്രവർത്തന ശൈലി, അല്ലെങ്കിൽ NDFന്റെ അതിന്റെ സംഘടന പ്രവർത്തന ശൈലിയും കേരളത്തിലുണ്ടായ കുഴപ്പങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ PDP എവിടെ നിന്ന് വന്നതാണ്, ആരുണ്ടാക്കിയതാണ്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതേപോലെ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസും ലീഗും എല്ലാം അറിയാം. അവർ പ്രവർത്തിച്ച ശൈലിയുണ്ട്, അവർ നമ്മളെ കാണിച്ചു തന്ന അവരുടെ രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് വിലയിരുത്തലാണ്. നമ്മൾ ഏതെങ്കിലും പാർട്ടിയെ വർഗീയമാണെന്നോ വർഗീയ മതേതരമാണെന്നോ പറയുന്നില്ല. അതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. എന്നാൽ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ മതപരമായിട്ടുള്ള നിലപാട് പലപ്പോഴും വിയോജിപ്പുള്ള ആളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ലീഗുകാർ. നമുക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അവരുടെ രാഷ്ട്രീയ ലൈന് UDFന് അനുകൂലമായാൽ അത് അവർ തീവ്രവാദികൾ. ഇത്രയും കാലം ജമാഅത്ത് ഇസ്ലാമി ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ഞാൻ കോഴിക്കോട്ടെ ഹിറ സെന്ററിന് തൊട്ടടുത്താണ് ഇരിക്കുന്നത്, അത് യൂത്ത് ലീഗ് ഓഫീസിൽ. നിങ്ങൾ നോക്കുക, ആ ഹിറ സെന്ററിൽ നന്ദി പറയാൻ CPMകാർ പോയിരുന്നു. ദേശാഭിമാൻ എഡിറ്റോറിയൽ എഴുതിയിരുന്നു അവർക്ക് അനുകൂലമായി. അന്ന് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടില്ല. അവർക്കാവാം വോട്ട് വാങ്ങാം. UDFന് അനുകൂലമായി വോട്ട് ചെയ്താൽ അവർ വർഗീയവാദികൾ, ഭീകരവാദികൾ. ഇതെന്താ ഇതിൽ ന്യായമുണ്ടോ? ആണല്ലോ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വർഗീയവാദികൾ നിന്നാൽ അവർ നല്ലത്, എതിരാണെങ്കിൽ അവർ മോശം. അത് രണ്ട് മുന്നണികളും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഉള്ളതാണ്. SDPയുടെ കാര്യത്തിൽ നിങ്ങൾ വിമർശിക്കുന്നു LDFനെ, ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കാര്യത്തിൽ UDFനെ LDFും വിമർശിച്ചു. ഇതും ഈ തെരഞ്ഞെടുപ്പ് രംഗം കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടതാണ്. അല്ല മഞ്ജുഷേ, നോക്ക് നിങ്ങൾ, മഞ്ജുഷേ ഒറ്റ സെക്കൻഡ്. വേങ്ങരയിൽ ഇപ്പോഴത്തെ LDFന് സ്ഥാനാർത്ഥിയാരാണ്? സബാഹ് എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേങ്ങരയിൽ മത്സരിച്ചപ്പോൾ SDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് 11,000 വോട്ട് വാങ്ങി. ഇത്തവണ അദ്ദേഹം ആരുടെ സ്ഥാനാർത്ഥിയാണ്? LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദാഹരണം ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് ഏതെങ്കിലും തീവ്രവാദികളോട് വോട്ട് വാങ്ങിയെന്നല്ല, മുന്നണി ആയത് പോട്ടെ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉദാഹരണം പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ LDF ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു കേട്ടോ, LDF ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് UDF സ്ഥാനാർത്ഥികൾ വന്നത് എന്ന്. KM ഷാജിയുടെ കാര്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് ആര്? KM ഷാജി. നിങ്ങൾക്കറിയാലോ. പിന്നെ ആ ഷാജി ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്നവനെ കുതിരവട്ടത്ത് വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകുക എന്നല്ലാണ്ട് എന്ത് പറയാനാണ്? നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒക്കെ നിലപാടുകൾ വളരെ പരസ്യമാണ്. ഞങ്ങളുടെ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഈ മാനാഞ്ചിറ മുതൽക്കുളം മൈതാനിയിൽ പോയി പറയാൻ പറ്റിയതാണ്. എല്ലാവർക്കും കൈയടിക്കാൻ പറ്റിയ വർത്തമാനങ്ങളെ, തീരുമാനങ്ങളെ മുസ്ലിം ലീഗും ലീഗിന്റെ നേതാക്കന്മാരെടുക്കാറുള്ളൂ. അങ്ങനെ സ്വകാര്യമായ ഒരു അജണ്ടയും പരസ്യമായി വേറെ അജണ്ടയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്നലെ കണ്ടോ മഞ്ജുഷെ, നിങ്ങളെല്ലാ ചാനലുകളും ഞാൻ നന്ദി പറയാണ്. വയനാട് ദുരന്ത ബാധിതർ ഗൃഹപ്രവേശം ഉണ്ടായപ്പോൾ നിങ്ങൾ എല്ലാ ചാനലുകളും സത്യസന്ധമായി ലീഗിനെ വിലയിരുത്തി. അത് ഹൈന്ദവ മതവിശ്വാസികൾ, ക്രിസ്തു മതവിശ്വാസികളുണ്ട്. നമ്മൾ അങ്ങനെയാണ് ലീഗിന്റെ കാലങ്ങളായിട്ടുള്ള ശൈലി. നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുക. ആ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയത്തിന്റെ മൂല്യബോധം, അതുപോലെ തന്നെ മതപരമായ വിശ്വാസമുണ്ട്, എന്നാൽ നല്ല മതേതരവാദികളാണ്. നല്ല മതവിശ്വാസികൾക്കേ നല്ല മതേതരവാദികളാവാൻ കഴിയൂ. അത് ഈ രാജ്യത്ത് തെളിയിച്ചതാണ്. ഇപ്പൊ RSSൽ നിൽക്കുന്ന പലരും തീവ്രവാദി, ഭീകരവാദികളാകുന്നത് അവർ യഥാർത്ഥ മതവിശ്വാസികളല്ലാത്തത് കൊണ്ടാണ്. അത് ഇസ്ലാമിനകത്തും ചില ആളുകളുണ്ട്, അങ്ങനെ അപൂർവമായിട്ടുള്ള ആളുകൾ യഥാർത്ഥ മതവിശ്വാസികളാണെങ്കിൽ അവർ ഭീകരവാദി, തീവ്രവാദികളും ആകില്ല. അപ്പൊ അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളോ ഇനി 4-ാം തീയതി യഥാർത്ഥ വോട്ടെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴോ UDF 100-ലധികം സീറ്റ് വാങ്ങുമ്പോൾ
നിങ്ങൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നിരേശനം ഉണ്ടല്ലോ, ഒന്നുകിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ, ഇത് രണ്ടും തൽക്കാലം മാറ്റിവെക്കി. കേരളത്തിലെ പക്ഷെ അതായിരിക്കും പ്രധാനമായ വിമർശനം വരിക ഇല്ലേ ഡോക്ടർ ബി ജയരാജ്? എന്തായാലും UDF അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന വിമർശനം ഇതായിരിക്കുമല്ലോ. അത് ചെലവാകില്ല. നിങ്ങൾ നോക്ക്, ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യം വലിയ വിജയം നിങ്ങൾ എഴുതി വെച്ചോ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഷാക്കിർ ഇങ്ങനെയൊക്കെ പറയും, ഷാക്കിർ ഇങ്ങനെ ഇനിയും കിടന്ന് ഉരുളുകയും ചെടിപറ്റിക്കുകയും ഒക്കെ ചെയ്യും. ഷാക്കിർ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായും മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ സംസാരിക്കുന്നത്, ഷാക്കിറിൻ്റെ നാക്ക് വരെ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടോണിലാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലാദ്യമായി പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം വാരിക, അതിനകത്ത് വളരെ ന്യൂട്രലായിട്ട് ആളുകളെ കൊണ്ടും കമൽറാം സജീവിനെ പോലെ ഒരു എഡിറ്ററിനെ കൊണ്ടും ചെയ്യിപ്പിച്ച് വളരെയധികം, പക്ഷേ അന്നേരം തൊട്ടേ ഞാനത് ഫോളോ ചെയ്യുന്ന ആ മാഗസിൻ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. വളരെ നല്ല ലേഖനങ്ങളും മുന്തൻ സി മേനൻ തുടക്കമുള്ള ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ എല്ലാം എഴുതുന്നൊരു സാധനം. പക്ഷേ ഇതിനകത്തൊരു അണ്ടർലൈൻ കറണ്ട്, അത് എവിടെയോ എന്തൊക്കെയോ, ഇപ്പം യസീൻ സാറൊക്കെ മീഡിയ സ്കാനൊക്കെ എഴുതുന്ന സമയത്ത് അതിനകത്തൊരു അണ്ടർലൈൻ കറണ്ട് എവിടെയോ എനിക്ക് എവിടെയൊക്കെ ഇടിച്ചു നിൽക്കുന്നതായി അന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇതാണ്, സംഭവമാണ്. അപ്പോൾ പയ്യെ ഒരു മോൺസ്റ്റർ എങ്ങനെയാണ് അതിൻ്റെ ദംഷ്ടകൾ പുറത്തേക്കിടുന്നത് പോലെ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടാണ് RSSനെ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇതിനെ രണ്ടിനെയും ഒരു ത്രാസിലിട്ട് ഒരു നുഖത്തിനകത്ത് കെട്ടാവുന്ന രണ്ട് സംഘടനകളാണ്. അത് 100% അങ്ങനെയാണ്. അങ്ങേയറ്റം തീവ്രമാണ് അതിന്റെ സ്വഭാവം. അതിന്റെ അടിസ്ഥാനം മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദം ഇതുവരെ അവർ തള്ളി പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം ഷാക്കിർ. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നത് നിർത്തുക. എന്നാണോ ജമാഅത്തെ ഇസ്ലാമി അവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത് അന്ന് തൊട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും വിളിപ്പാട് അകലെ നിർത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മതൗദികള്, കേരളത്തിലെ മതൗദികള് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുകയും പിന്നീട് ചേക്കേറാൻ സ്ഥലമില്ലെന്ന് കണ്ടപ്പോൾ ഏറ്റവും എളുപ്പ മാർഗം മുസ്ലിം ലീഗിനെ പിടിച്ചെടുക്കുകയാണെന്നും അങ്ങനെ മുസ്ലിം ലീഗിന്റെ അതിന്റെ ഭാഗമായി 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവുകയും മുസ്ലിം ലീഗിനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തുകൊണ്ട് ശരി ജയരാജ്, അതായത് നിങ്ങൾ നറേഷൻ ഇതിനകം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചതിലൂടെ കിട്ടിയ വിജയം ആ ഒരു നറേഷനിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ തന്നെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2 പ്രാവശ്യം CPM അല്ല, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന CPM ആണ്. വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നില്ല കേരളത്തിൽ. നിങ്ങൾ കണ്ട ഈ പിണറായിയുടെ 10 വർഷം എന്ന് പറഞ്ഞാൽ ഭൂഭരണം കൊണ്ട് മാത്രമല്ല, ഈ വർഗീയത പ്രോത്സാഹിപ്പിച്ചതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഏറ്റവും ആദ്യം തെരുവിലിറങ്ങിയത്, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പിൽ തെരുവിലിറങ്ങിയത് ആരായിരുന്നു? ഈ പറഞ്ഞ SDPI തന്നെയായിരുന്നു. അതുപോലെ എല്ലാ തീവ്രവാദ സംഘടനകളെയും, എല്ലാ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെയും, എല്ലാ ദേശവിരുദ്ധ സംഘടനകളെയും പറ്റുമെങ്കിൽ RSSന്റെ വോട്ടെങ്കിലും കിട്ടിയാൽ അതും കൂടെ പോക്കറ്റിലാക്കാന്ന് പറഞ്ഞ് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് അധികാരമില്ലാതെ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഹീനമായ പ്രവർത്തിക്ക് കേരളത്തിന്റെ ഇലക്ട്രലിനെ വിഷം കലക്കുന്ന പടിയാണ് വലതുപക്ഷമായിട്ടുള്ള UDF ഇവിടെ ചെയ്തത്. ആ UDF ഉപ്പ് തിന്നതിന് വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചരിത്രം അവരെ കുറ്റക്കാരെന്ന് വിളിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം 4-ാം തീയതി വരും. 4-ാം തീയതി തിങ്കളാഴ്ച വരുമ്പോൾ നമ്മൾക്ക് കാണാം. ഈ എക്സിറ്റ് പോൾ കണ്ട് സാംബശിവൻ്റെ ഒരു കഥാപ്രസംഗമുണ്ട്, അതിനകത്ത് ചന്ദനക്കട്ടിൽ എന്നാണ് അതിൻ്റെ പേര്. കൊല്ലക്കാരനായതുകൊണ്ട് എനിക്ക് എപ്പോഴും മാർഗം വരും. ഇത് കണ്ടോണ്ട് ആടേണ്ട കണ്ണൻ ചേമ്പേ, ഇതിനൊരു കാമുകൻ വേറെ ഉണ്ടെന്ന് അതിനകത്തൊരു പാട്ടുണ്ട്. അതുപോലെ ഈ എക്സിറ്റ് പോൾ ഫലം കണ്ടിട്ട് ആടണ്ട കണ്ണൻ ചേമ്പുകളെ, ഇതിനൊരു കാമുകൻ വേറെ ഉണ്ട്, തുടർഭരണം തന്നെ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പറയണം. അല്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ചിരിക്കാം ഷാക്കറെ. തിങ്കളാഴ്ച ഷാക്കറിനെ വിളിച്ചാൽ വന്നാൽ മതി. ഒരിക്കലും തെറ്റിയിട്ടില്ല. ഞാൻ പ്രവചിച്ച കാര്യങ്ങൾ ഇതുവരെ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. വേണ്ടെന്ന് പറഞ്ഞത് ഓവർ കോൺഫിഡൻസ്, അഹങ്കാരം എന്നൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് കരുതിയാണ് ഇങ്ങനെ അനലൈസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഈ ഒരു ലെവൽ വരെ
കൊണ്ടെത്തിച്ചതിന് വളരെ നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഷാക്കിർ. അത് സത്യം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. തീർച്ചയായിട്ടും ഈ മത്സരം ടൈറ്റ് മത്സരം എന്നൊക്കെ പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് എഡ്ജ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 100 വോട്ട് കിട്ടുമ്പോൾ 10 വോട്ട് മാത്രമാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഓരോ ബ്രാഞ്ചിൽ നിന്നും ഓരോ ബൂത്തിൽ നിന്നും എഴുതി കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും ടൈറ്റ് മത്സരം. ഈ ടൈറ്റ് മത്സരം നടക്കുന്നിടത്തെല്ലാം അങ്ങ് UDF ജയിക്കുമെന്നാണ് വിചാരം? ഈ ടൈറ്റ് മത്സരം നടക്കുന്നിടത്തെല്ലാം 30 സ്ഥലത്ത് ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്നു. ഈ 30 അങ്ങ് UDFന് കിട്ടുമോ? ഈ 29 എണ്ണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണം. പിന്നെ ബാക്കിയുള്ളത് എവിടെ നിന്നാണ് ഈ വരുന്നത്? ഈ പറയുന്നത് തമ്മിലൊരു കണക്കുകൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷാക്കിർ പറഞ്ഞ കണക്കോലെ സംഭവിക്കും. ഈ പറഞ്ഞ കണക്കോലെ ഒരു വലിയ തരംഗം ഉണ്ടാവുകയാണെങ്കിൽ, എന്തായാലും ഈ പറഞ്ഞ ഈ പൊട്ട എക്സിറ്റ് പോളുകളിൽ ഒന്നിലും അത്തരത്തിലുള്ള തരംഗ സാധ്യതയെക്കുറിച്ചില്ല. അവിടെ നെക്ട് നൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഈ റീഡിങ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞ കണക്കോലെ നമുക്ക് ഉറപ്പായിട്ടും വായിച്ചെടുക്കാം. LDF 3.0 ആണ്. മഞ്ജുഷേ, ഞാനത് പറഞ്ഞോട്ടെ. ജയരാജ്, അതായത് ഈ 11 നമ്മുടെ 4-ാം തീയതി 11 മണിക്ക് ശേഷം ഒരു 2 മിനിറ്റ് സമയം ഞങ്ങൾക്ക് രണ്ടാക്കും തരണം കേട്ടോ. പിന്നെ മഞ്ജുഷ പറ്റുകയാണെങ്കിൽ അന്ന് അവസരം ഉണ്ടെങ്കിൽ 4-ാം തീയതി വോട്ടെണ്ണുന്ന ദിവസം. കാരണം അദ്ദേഹത്തിൻ്റെ വേറൊരു കാര്യം കൂടി സാമൂഹികമായി ഇതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളത്, CPMൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ശ്രീ ജയരാജനെ CPMൻ്റെ വലിയ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കണം. കാരണം അത്ര മനോഹരമായി നുണ പറയുന്നുണ്ട് അദ്ദേഹം. നിങ്ങൾ CPM പോളിറ്റ് ബ്യൂറോ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ CPMൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. നുണ പറയുകയും അത് PR വർക്കായി വലിയ ബോർഡ് വെക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കൂട്ടത്തിൽ മിടുക്കനായ ഒരാളാണ് അദ്ദേഹത്തെ. പറ്റുമെങ്കിൽ മറ്റൊരു കാര്യം, സതീശൻ ആരാന്ന് 4-ാം തീയതി കണ്ടോ? സതീശന്റെ കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ 4-ാം തീയതി കാണുക. ഒരു 11 മണിയാകുമ്പോൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ നിങ്ങളിപ്പോ ചോദിച്ചല്ലോ എവിടെ നിന്നാണ് ഇവർക്ക് 29 സീറ്റ് കിട്ടുക. നിങ്ങൾ ഈ നുണ ബോധ്യമായ മനുഷ്യര് UDFന് അനുകൂലമായി വോട്ട് ചെയ്യും. ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഈ ജയരാജിന്റെ നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ അല്പം പിന്നെന്താ പറയുക, ഈ കേരളത്തോടോ നമ്മുടെ നാടിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലും UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടോ മാറി അല്ല എനിക്കറിയില്ല. ഞാനത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാനുള്ളത് മഞ്ജുഷേ, ഒരു കാര്യം അങ്ങനെ ചർച്ച അദ്ദേഹം വഴി തെറ്റിക്കുകയാണ്. കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ഏത് സമയത്തും ഐക്യജനാധിപത്യ മുന്നണി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് UDFന് അനുകൂലമായി തരംഗമുണ്ടായാൽ ഇവർ കണ്ടുവച്ചിട്ടുള്ള ഒരു നമ്പറാണിത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് 4-ാം തീയതി നേരം വെളുത്താൽ ഇവർക്ക് ഇതന്നെ പരിപാടിയായിരിക്കും. അതിനാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി തുറന്ന് നമ്മൾ കണ്ടല്ലോ. ആ വെള്ളാപ്പള്ളി എന്ന വർഗീയ വിഷം, ഇങ്ങനെയൊക്കെ സാമൂഹ്യ ദ്രോഹ പ്രവൃത്തി അല്ലെങ്കിൽ അത്ര വലിയ വർഗീയ വിഷം തുപ്പിയിട്ടും ഒരു പെറ്റി കേസ് പോലും എടുക്കാത്ത ഇവർ, നിങ്ങൾ നോക്ക്, നിരപരാധികളെ ജയിലിൽ അടക്കുക, കേസ് കൊടുക്കുകയാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു. അതിലൊക്കെയുള്ള പ്രതിഷേധമുള്ള ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ട്. ആ മനുഷ്യരുടെ വികാരമാണ്, പീപ്പിൾസ് പോളാണ് നമ്മൾ ഈ 4-ാം തീയതി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നത്. ആ റിസൾട്ടിൽ ഐക്യജനാധിപത്യ മുന്നണി, നിങ്ങൾ ഓവർ കോൺഫിഡൻസ് എന്നതിനെ വിളിക്കേണ്ട, കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പറയുന്നത് 100-ലധികം സീറ്റ് നേടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുമ്പോൾ ഈ 10 വർഷക്കാലം കേരളത്തെ കട്ടുമുടിച്ച ഓരോ കള്ളന്മാരെയും തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് എന്താണോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷാ നടപടികൾ അത് സ്വീകരിക്കും. ഈ കേരളത്തെ തിരിച്ചു പിടിക്കും, ഒരു സംശയം വേണ്ട. ഈ കേരളത്തെ 3.5 കോടി ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അത് ഏതെങ്കിലും മതത്തിന്റെ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷിയുടെ അമിതമായ താല്പര്യമോ അങ്ങനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. ഇത് കേരളം ഒറ്റക്കെട്ടാണ്, കേരളം ഒന്നാണ്. അപൂർവമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ടീമുണ്ട്, വർഗീയവാദികളുണ്ട്. ആ കുമ്മനം രാജശേഖരന്റെ അല്ലെങ്കിൽ ശശികലയുടെ ആ ടീമിനെ മാറ്റിവെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് സംഖ്യകളിൽ കുറച്ചുപേരെ മാറ്റിവെച്ചാൽ, എല്ലാ നല്ല മനുഷ്യർക്കും വേണ്ടി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭരിക്കാനുള്ള ഒരു ഗവൺമെന്റ് 4-ാം തീയതി അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം അംഗീകരിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വോട്ടാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ടും നേടി അത് പെട്ടിയിലാക്കി അത് പ്രതീക്ഷയോടെ 4-ാം തീയതി എണ്ണുന്നതും കാത്തിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ എക്സിറ്റ് പോളിൽ അമിതമായ പ്രതീക്ഷയോ അല്ലെങ്കിൽ അതിൽ വലിയ സന്തോഷം കണ്ട് സ്വപ്നലോകത്ത് കഴിയുന്ന ആളുകളല്ല. അങ്ങനെ സ്വപ്നലോകത്തേക്കല്ല, ഞങ്ങൾ യാഥാർത്ഥ്യ ലോകത്താണ്. രണ്ടുപേർക്കും നന്ദി. ഡോക്ടർ ബി ജയരാജ്, ശ്രീ CK ഷാക്കിർ, നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മുഖ്യമന്ത്രിയാകാൻ VD സതീശന് മുസ്ലിം ലീഗിന്റെ പരസ്യ പിന്തുണയോ?
പരസ്യ പിന്തുണയെന്ന് 86% പ്രേക്ഷകർ, അല്ല എന്ന് 10% മാത്രം. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.